തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് തമിഴ് പുലികൾക്ക് LTTE അനുകൂലമായ നിലപാടെടുത്തിരിക്കുന്നു എന്ന തരത്തിൽ വാർത്തകൾ വരുന്നുണ്ട്. ഇപ്പോൾ തമിഴ്നാട് രാഷ്ട്രീയം ദീർഘകാലം കൈകാര്യം ചെയ്തിട്ടുള്ള കുമാർ ചിലപ്പൻ സാർ ശ്രദ്ധിച്ചോ ഈ കാര്യം? എന്താ സംഭവം? സുനിൽ, ഇന്ന് മെയ് 19 തീയതിയാണ്. മെയ് 19 പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഈ LTTEയും പിന്നെ ശ്രീലങ്കൻ സൈന്യവും ജാഫ്നയിൽ വെച്ച് ഏറ്റുമുട്ടുകയും അവിടെ മുല്ലവയ്ക്കൽ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് വെച്ച് കുറെ പേരും രണ്ടു ഭാഗത്തും കണ്ടമാനം ആൾനഷ്ടം ഉണ്ടാവുകയും ചെയ്തു. അപ്പൊ ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ആ ശ്രീലങ്കൻ തമിഴ് പുലികളുടെ മെമ്മോറിയലായിട്ട് മുല്ലവയ്ക്കൽ എന്ന് പറഞ്ഞ ദിവസം, മുല്ലവയ്ക്കൽ ഡേ, മാർട്ടിഴ്സ് ഡേ എന്ന് പറഞ്ഞിട്ടാണ് ഇന്ന് തമിഴ് പുലികള് ആചരിക്കുന്നത്. അത് രക്തസാക്ഷി ദിനം. അത് 2009 സംഭവം നടന്നത്. അന്നോട്ട് ഇത് തമിഴ്നാട്ടിൽ ആചരിക്കുന്നതാണ്. തമിഴ്നാട്ടിലെ ഈ DMK, പിന്നെ അതേപോലെ തന്നെ VCK നേതാവ് തിരുമാവളവനും MDMK നേതാവ് വൈക്കോ, ഇങ്ങനെയൊക്കെയുള്ള തമിഴ് എക്സ്ട്രീമിസ്റ്റ് ഓർഗനൈസേഷൻസ് ഉണ്ട്. അവര് മുഴുവനും പ്രഭാകരനെയും തമിഴ് പുലികളെയും വാഴ്ത്തിക്കൊണ്ടാണ് അന്നത്തെ ദിവസം ആചരിക്കുന്നത്. അപ്പൊ ഇത് കുറെ വർഷമായിട്ട് നടക്കുന്ന സംഭവമാണ്. പിന്നെ ഞാൻ നമ്മള് സംസാരിച്ചപ്പോ സുനിൽ ഓർക്കുന്നില്ലേ, ഈ വിജയുടെ അച്ഛൻ ചന്ദ്രശേഖർ, അയാള് ഒരു തമിഴ് പുലികളുടെ വലിയ സപ്പോർട്ടറാണ്. അപ്പൊ ഇവര് ശ്രീലങ്കയില് തമിഴ് പുലികൾക്കെതിരെ ആക്രമണം നടക്കുന്നു, തമിഴന്മാർക്കെതിരെ ആക്രമണം നടക്കുന്നു എന്ന് പറഞ്ഞ് പലപ്പോഴും പ്രകടനമൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഒരു ഭാഗമായിട്ട് ഇന്ന് ഈ മുല്ലവയ്ക്കൽ ദിനം, പിന്നെ അതേപോലെ തന്നെ പ്രഭാകരന്റെ മരണദിനമൊക്കെ ഇവര് വലിയ കാര്യമായിട്ടാണ് ആചരിക്കുന്നത്. പബ്ലിക് ഫംഗ്ഷൻ ഒക്കെ നടത്തിയിട്ടൊക്കെയാണ് ആചരിച്ചുകൊണ്ടിരുന്നത്. തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിമാർ ആരെങ്കിലും ആ പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ടോ ഇതിനു മുമ്പ്? ഇതിൽ സ്റ്റാലിൻ പരസ്യമായിട്ട് പങ്കെടുത്തിട്ടില്ല. സ്റ്റാലിൻ പേഴ്സണൽ ഇതായിട്ട് ഏതെങ്കിലും വേദികളിൽ പങ്കിട്ടതായിട്ട് അറിയുള്ളൂ. പബ്ലിക് ഫംഗ്ഷനായിട്ടൊന്നും സ്റ്റാലിൻ നടത്തിയിട്ടില്ല. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, ഭാരത സർക്കാർ നിരോധിച്ചിരിക്കുന്ന സംഘടനയാണ് തമിഴ് പുലികൾ. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയെ വരെ കൊലപ്പെടുത്തിയ സംഘടന എന്ന നിലയിൽ നിരോധിച്ചിരിക്കുകയാണ്. അപ്പൊ പിന്നെ ഒരു മുഖ്യമന്ത്രി പരസ്യമായി അതിന്റെ കൂടെ പങ്കുചേരുക എന്ന് പറഞ്ഞാൽ അതൊരു ഗുരുതരമായ കാര്യമല്ലേ? ഭരണഘടനയ്ക്കെതിരായിട്ടുള്ളൊരു വെല്ലുവിളി, ഇന്ത്യ ഗവൺമെന്റിനെതിരായിട്ടുള്ളൊരു വെല്ലുവിളി, രണ്ടുമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇതിനെ കുറിച്ചിട്ട്. പക്ഷേ വിജയ് പണ്ട് മുതലേ ഈ തമിഴ് പുലികളുടെ അനുഭാവം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അത് ഞാൻ ഓർക്കുന്നത് ഈ 2008 ഒരു നിരാഹാര സമരം നടന്നപ്പോൾ വിജയ് പങ്കെടുത്തിട്ടുണ്ടെന്ന് കാണുന്നു. പിന്നെ 2025 നാഗപട്ടണത്ത് ഒരു യോഗത്തിൽ പങ്കെടുത്തിട്ട് തമിഴ് പുലികൾക്ക് അനുകൂലമായ നിലപാടുകൾ, അവരെ മറക്കാൻ പറ്റില്ല എന്നൊക്കെ വിജയ് പ്രസംഗിച്ചിട്ടുണ്ട്. അതെ അതെ അതുപോലെ ശ്രീലങ്കയിലെ തമിഴ് പുലികൾക്ക് എതിരായിട്ട് നടക്കുന്ന മിലിറ്ററി ആക്ഷൻ എതിരായിട്ട് നമ്മുടെ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന കരുണാനിധി ഒരു ദിവസം നിരാഹാരം അനുഷ്ഠിച്ചിട്ടുണ്ടായിരുന്നു മറീനയിൽ വെച്ച്. അപ്പൊ മൂപ്പര് രാവിലെ 8 മണിക്ക് നിറച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ചിക്കനും മട്ടണും പിന്നെ ചപ്പാത്തിയൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് വന്ന് മെറീന ബീച്ചില് 10-20 എയർ കൂളറൊക്കെ വെച്ച് അതിന് നടുവിൽ കട്ടിലിട്ടു. കട്ടിലിന് തലയ്ക്കാം ആദ്യത്തെ ഭാര്യ ദയാലു അമ്മാളും കാലിന് രണ്ടാമത്തെ ഭാര്യ ഈ എന്താ ഇവരുടെ അമ്മ, നമ്മളുടെ കനിമൊഴിയുടെ അമ്മ രാജാത്തിയും കൂടി ഇരുന്ന് ഭയങ്കര ഫോട്ടോ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. എല്ലാ ഫോട്ടോഗ്രാഫേഴ്സും വന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ട് ലൈവ് ടെലികാസ്റ്റ് ചെയ്തിരുന്നു. ഉച്ചയായപ്പോ കരുണാനിധിക്ക് വിശന്നു. അത് കഴിഞ്ഞപ്പോ കരുണാനിധി വീട്ടിൽ പോയി. അപ്പൊ അങ്ങനെ പലപ്പോഴും ഈ തമിഴ്നാട് മുഖ്യമന്ത്രിമാര് എക്സെപ്റ്റ് ജയലളിത ചെയ്തിട്ടില്ല. അത് കരുണാനിധി അത് ചെയ്തിട്ടുണ്ട്, സ്റ്റാലിൻ അത് ചെയ്തിട്ടുണ്ട്. സ്റ്റാലിൻ പബ്ലിക് ഫംഗ്ഷനുകളിലൊന്നും പങ്കെടുത്തിട്ടില്ല. പക്ഷെ ചില ചടങ്ങുകളിൽ പങ്കെടുക്കുമ്പോൾ സ്റ്റാലിൻ തമിഴ് പുലികളോടുള്ള തന്റെ പിന്തുണ പലപ്പോഴും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഭരണഘടനയ്ക്കെതിരായ നീക്കമാണ്. രാജ്യം നിരോധിച്ച സംഘടനയുടെ നേതാക്കന്മാർക്ക് വേണ്ടി ഒരു മുഖ്യമന്ത്രി പരസ്യമായി വരുന്നത് ഗുരുതരമായ കാര്യമാണ്. പക്ഷെ എന്റെ ഒരു സംശയം, ഇപ്പോ ഈ കോൺഗ്രസ് പാർട്ടി വിജയുടെ പാർട്ടിയിൽ TVKയുടെ മുന്നണിയിലുണ്ട്. അവരോട് ചേർന്നിട്ടാണ് ഭരണം നടത്തുന്നത്. അപ്പൊ കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിയായിരുന്ന, കോൺഗ്രസിന്റെ അനിഷേധ്യ നേതാവായിരുന്ന രാജീവ് ഗാന്ധിയെ കൊലപ്പെടുത്തിയ ആളുകളാണ് ഈ തമിഴ് പുലികൾ. അപ്പൊ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു സമ്മതം ഇതിനുണ്ടാവുമോ ഈ മുഖ്യമന്ത്രി ഇതിൽ പങ്കെടുക്കുന്നതിൽ?
സുനിൽ, ഈ നളിനി എന്ന് പറഞ്ഞ ഒരു സ്ത്രീയുണ്ട്, അവരെ വധശിക്ഷയ്ക്ക് വിധിച്ചതാണ് ശ്രീലങ്കൻ തമിഴ് പുലികളുടെ കൂടെ ചേർന്ന രാജീവ് ഗാന്ധി വധക്കേസിൽ. ആ നളിനിനെ കാണാനായിട്ട് പ്രിയങ്ക ഗാന്ധി ജയിലിൽ പോയി, വെല്ലൂർ ജയിലിൽ പോയി കണ്ടതാണ്. അത് സുനിലിന് ഓർമ്മയുണ്ടല്ലോ. അതേപോലെ ഇപ്പോഴത്തെ തമിഴ്നാട് കോൺഗ്രസ് പ്രസിഡന്റ്, തമിഴ്നാട് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സെൽവ പെരുതകൈ, അയാള് ഒരു LTTE സപ്പോർട്ടറാണ്, അറിയപ്പെടുന്ന LTTE സപ്പോർട്ടറാണ്. അപ്പൊ ഇവരൊക്കെ ആയിട്ട് ഈ VCK ഒക്കെ 2004 തൊട്ട് 2013 വരെ DMKയും പിന്നെ VCKയും MDMKയും ഒക്കെ UPAയുടെ ഭാഗമാണ്, ഇപ്പോഴും UPAയുടെ ഭാഗമാണ് അവർ. അപ്പൊ പിന്നെ ഈ തമിഴ് പുലികള് രാജീവ് ഗാന്ധിയെ വധിച്ചു എന്നുള്ളത് നമ്മൾ ചരിത്രം അറിയാവുന്ന കുറെ പേരെ അറിയും. അത് നമ്മൾ എന്നും നമ്മുടെ മനസ്സിലൊരു മായാത്ത വേദനയായിട്ട് നിൽക്കും. പക്ഷേ കോൺഗ്രസ് നേതൃത്വത്തിന് അതൊന്നും പ്രശ്നമില്ല. അതല്ലെങ്കിൽ ആരെങ്കിലും, ഞാൻ ഇന്ത്യയിൽ ആദ്യമായിട്ട് കേൾക്കുകയാണ് ഇങ്ങനെ പോയിട്ട് സ്വന്തം മകള്, അതായത് രാജീവ് ഗാന്ധിയുടെ മകള് പോയി നളിനിയെ കാണുകയും അതിനുശേഷം നളിനിക്ക് തമിഴ്നാട് ഗവർണർ അവരെ വധശിക്ഷയിൽ നിന്ന് വിമുക്തിയാക്കുകയും പിന്നെ ജീവപര്യന്ത ശിക്ഷയാക്കി അത് കുറയ്ക്കുകയും അതിനുശേഷം അവരെ എത്രയോ വർഷം കഴിഞ്ഞപ്പോൾ കോടതി ജയിലിൽ നിന്ന് വിട്ടയക്കുകയും ചെയ്തു. അത് ഇപ്പൊ എല്ലാവരും വിട്ടയച്ചു. ശ്രീലങ്കയിൽ LTTE പിന്നെ വധക്കേസ് പ്രതിയായിരുന്ന എല്ലാവരെയും രാജീവ് ഗാന്ധി വധക്കേസിലെ എല്ലാ പ്രതികളും ഇപ്പോൾ പുറത്താണ്. അതെ, എല്ലാവരും പുറത്താണ്. 28 പേരെ എങ്ങാണ്ടാണ് വധശിക്ഷയ്ക്ക് വിധിച്ചത്. തട പ്രത്യേക കോടതി എന്ന് പറഞ്ഞു. അത് ഹൈക്കോടതി അത് ശരിവെച്ചു, സുപ്രീം കോടതി ശരിവെച്ചു. പിന്നീട് രാഷ്ട്രപതിയുടെ ദയാഹർജിക്ക് വേണ്ടിയിട്ട് അത് തള്ളി. എന്നിട്ട് പിന്നെ അവസാനം വന്നപ്പോ എന്ത് പറ്റിയെന്ന് അറിയാമോ? ഈ വധശിക്ഷയ്ക്ക് വിധിച്ചതും പിന്നെ ഈ ഡേറ്റും തമ്മിൽ ഭയങ്കര വ്യത്യാസം വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആ കേസ് അങ്ങനെ ചീറ്റി പോവുക ചെയ്തത്. എല്ലാവരും വെറുതെ വിട്ടയച്ചു. ശാന്തൻ, പേരറിവാളൻ. ഇപ്പൊ പേരറിവാളൻ ഇപ്പൊ തമിഴ്നാട് ഹൈക്കോടതിയിൽ ലോയറായിട്ട്, അഡ്വക്കേറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. അത് ശരി. അല്ല സാർ, എനിക്ക് തോന്നുന്നു ഇപ്പൊ വിജയ് വളരെ പെട്ടെന്ന് ആകസ്മികമായി ആരും പ്രതീക്ഷിക്കാതെ വന്ന മുഖ്യമന്ത്രിയാണ്. അങ്ങനെ വന്ന വിജയ് എന്തുകൊണ്ടായിരിക്കും വളരെ പെട്ടെന്ന് LTTEയുടെ അനുഭാവം പരസ്യമായി പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയം, ദ്രവിഡിയൻ രാഷ്ട്രീയത്തിന്, ദ്രാവിഡ രാഷ്ട്രീയത്തിനും ബദലായിട്ട് ഈ തമിഴ് പുലി ഒരു ദേശീയതയോ ഒരു നാഷണലിസമോ ഒക്കെ ഉയർത്തിപ്പിടിക്കാനുള്ള ശ്രമമാണോ വിജയ് നടത്തുന്നത്? അത് സുനിൽ, നമ്മൾ ഇതിന് മുമ്പ് സംസാരിച്ചപ്പോഴും ഞാൻ പറഞ്ഞിരുന്നല്ലോ, അയാൾ LTTEയുടെ വലിയ സപ്പോർട്ടറാണെന്നുള്ളത്. അപ്പോ LTTEക്കെതിരെ അനുകൂലമായിട്ട് അയാൾ എന്നും നിലപാടെടുത്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇതിപ്പോ കണ്ടിന്യൂ ചെയ്യുന്നത്. കോൺഗ്രസിന്റെ പോലും അതിലെ കോൺഗ്രസിന്റെ ഫസ്റ്റ് ഫാമിലി ഏറ്റവും കൂടുതൽ നഷ്ടം നേരിട്ടു എന്ന് പറയുന്ന ഫസ്റ്റ് ഫാമിലിക്ക് കൂടി ഇതിനകത്ത് യാതൊരു വിഷമമില്ല. പക്ഷെ അത് വളരെയധികം ദുരൂഹതകളുണ്ട് ഈ രാജീവ് ഗാന്ധിയുടെ ഭരണത്തിനെ കുറിച്ച്. രാജീവ് ഗാന്ധിയെ ആര് വധിച്ചു? LTTEക്കാര് സമ്മതിച്ചു. എന്തിനു വധിച്ചു? അതിനുള്ള ചോദ്യത്തിന് വ്യക്തമായൊരു ഉത്തരം കിട്ടിയിട്ടില്ല. ഈ LTTEക്കാരോട്, LTTEയുടെ നേതാവ് പ്രഭാകരനോട് ഒരു പത്രസമ്മേളനം, ലൈവ് പത്രസമ്മേളനം, അയാളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടും അവസാനമായിട്ടും നടത്തിയ ലൈവ് പത്രസമ്മേളനത്തിൽ വെച്ച് ഹിന്ദു പത്രത്തിന്റെ ലേഖകൻ ചോദിച്ചതാണ്, നിങ്ങൾ എന്തിനാണ് രാജീവ് ഗാന്ധിയെ വധിച്ചത്? അപ്പോ അയാൾ പറഞ്ഞു, അപ്പൊ തന്നെ അയാളെ പത്രസമ്മേളനം അവസാനിപ്പിച്ചു. അതൊരിക്കലും നടക്കാൻ പാടില്ലാത്തതായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ആന്റൺ ബാലസംഘം എഴുന്നേറ്റ് പോയി അവിടെ നിന്ന്. അപ്പൊ ഇതിനകത്ത് ദുരൂഹതകളെ കണ്ടുവാനുണ്ട്. സുനിലിനൊക്കെ നന്നായിട്ട് അറിയാവുന്ന കാര്യങ്ങൾ. കോൺഗ്രസിലെ ചില ആളുകൾക്ക് പങ്കുണ്ടെന്ന് പോലും തിയറി വന്നിട്ടുണ്ട്. കാരണം ആ സ്ഫോടനത്തിൽ കോൺഗ്രസിന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ് പോലും കൊല്ലപ്പെട്ടില്ല. ഇല്ല, ശരിയാണ്. അന്നത്തെ TNCC പ്രസിഡന്റ് GK മൂപ്പനാർ, അന്നത്തെ യൂണിയൻ മന്ത്രിയൊക്കെ ആയിരുന്ന രാജീവ് ഗാന്ധിയുടെ ഒരു അടുത്ത സുഹൃത്തായിരുന്ന ജയന്തി നടരാജൻ, അങ്ങനെ തുടങ്ങി കുറെ അധികം പേര് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. ഈ കാഞ്ചീപുരത്തെ സ്ഥലത്തിന്റെ പേര് ശ്രീപെരുമ്പത്തൂരില്. അവർക്കൊന്നും അപകടം പറ്റാതെ അവർ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. ആർക്ക് വേണ്ടിയിട്ടാണോ രാജീവ് ഗാന്ധി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോയത്, അവരും ഈ പറഞ്ഞ പോലെ
അപകടമൊന്നും പറ്റാണ്ട് സാധാരണ ഒരു കൃത്യം നടക്കുമ്പോ അതുകൊണ്ട് ആ കൃത്യം നടക്കുന്നതുകൊണ്ടുള്ള ബെനിഫിഷ്യറി ആരാണെന്ന് കേസ് അന്വേഷിക്കുന്ന ഏജൻസികൾ നോക്കാറുണ്ട്. ഇക്കാര്യത്തിൽ അങ്ങനെ സൂക്ഷ്മമായി രാഷ്ട്രീയമായി നമ്മൾ വിലയിരുത്തിയാൽ രാജീവ് ഗാന്ധിയുടെ മരണത്തിന് ശേഷം ഒരു ബെനിഫിഷ്യറി ആയിട്ട് മാറിയത് സോണിയാഗാന്ധിയാണ്. സോണിയാഗാന്ധി കോൺഗ്രസിന്റെ തലപ്പത്തേക്ക് വന്നു, പ്രധാനമന്ത്രിയാകാനുള്ള ശ്രമം വരെ നടത്തി പാഴായിപ്പോയി. അപ്പോ ഒരു വിദേശ വനിതയ്ക്ക് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വം കൈയാളാൻ പറ്റി. അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രി ആയില്ലെങ്കിൽ അവര് സൂപ്പർ പ്രധാനമന്ത്രി ആയിരുന്നില്ലേ? അവര് നാഷണൽ അഡ്വൈസറി കൗൺസിലിന്റെ ചെയർപേഴ്സൺ ആയിരുന്നില്ലേ? പിന്നെ ഈ നമ്മുടെ മേജർ റിവി ഇല്ലേ, അന്നത്തെ കമാൻഡോസ്, ഇവര് 4 പേരെ ഒരു വീട്ടിൽ ഒളിച്ചിരുന്നപ്പോ അവരെ ജീവനോടെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് മേജർ രവിയും സംഘത്തെ അയച്ചത്. മേജർ രവി പറഞ്ഞിട്ടുണ്ടത് അവരെ നേരിട്ട് പിടിക്കാമായിരുന്നു, ജീവനോട് അറ്റ്ലീസ്റ്റ് 1-2 പേരെങ്കിലും ജീവനോടെ പിടിക്കാമായിരുന്നു. അവരെ പിടിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഉന്നതങ്ങളിൽ നിന്ന് സമ്മർദ്ദം വന്നിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, ഇങ്ങനെ ഒരു കേസ് അന്വേഷിക്കാത്ത ഒരാളെ ഗാന്ധി കുടുംബത്തോടുള്ള ബന്ധത്തിന്റെ പുറത്ത്, അവരുമായിട്ടുള്ള സൗഹൃദത്തിന്റെ പുറത്ത് വളരെ വിശ്വസ്തനായ മനുഷ്യനെയാണ് ഇതിന്റെ SIT ഹെഡായിട്ട് നിയമിച്ചത്. ഞാൻ പേരൊന്നും പറയാനില്ല, അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട് ഇപ്പോഴും. ഇത് ഒരു മിസ്റ്ററിയായിട്ട് തുടരും. ഈ കേസ് അതിന്റെ ലോജിക്കൽ കൺക്ലൂഷൻ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അതെ കോൺഗ്രസിലെ തന്നെ വലിയ വലിയ ആൾക്കാർക്ക് ഇതിനകത്ത് പങ്കുണ്ട്. നമ്മൾ പറയുന്ന പോലെ അല്ല ഇത്. ഏതായാലും നടൻ വിജയ് തമിഴ്നാട് മുഖ്യമന്ത്രി ആയതിനു ശേഷം അദ്ദേഹം പുതിയ കാലത്തിലൊത്ത് തമിഴ്നാട്ടിലെ ആളുകളുടെ വികാരങ്ങളെ ഇളക്കാൻ പറ്റുന്ന ചില രാഷ്ട്രീയം പയറ്റാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പക്ഷെ അത് ദേശവിരുദ്ധമാണ് നിലവിൽ എന്ന് പറയേണ്ടി വരും നമുക്കല്ലേ? അത് സുനിൽ, LTTയും തമിഴ് പ്രശ്നവും ഈളവും ഒക്കെ തമിഴ് ജനത മറന്നു കഴിഞ്ഞിരുന്നു. പ്രഭാകരന്റെ മരണത്തോടെ അതെല്ലാം മറന്നു കഴിഞ്ഞിരുന്നു. പക്ഷെ അത് കുത്തിപ്പൊക്കാനായിട്ട് ഹാർഡ് കോർ LTTക്കാര്, LTT സപ്പോർട്ടേഴ്സ്, ഈ പറഞ്ഞ പോലെ വൈക്കോ, തിരുമാവളവൻ ഇങ്ങനെയുള്ളവരും, പിന്നെ അതുപോലെ ഒരു പഴയ നെടുമാരൻ എന്ന് പറഞ്ഞ് ഈ നെടുമാരൻ പഴയ TNCC പ്രസിഡന്റ് ഒക്കെ ആയിരുന്നു അയാള്. ഇപ്പൊ മനുഷ്യാവകാശ കമ്മീഷന്റെ വലിയ സംഘാടകനായിട്ട് നടക്കുകയാണ്. ഇവരൊക്കെ കൂടി ചേർന്നിട്ടാണ് ഇത് പിന്നെയും കുത്തിപ്പൊക്കി ഇങ്ങനെ ഒരു പൊതുജന ശ്രദ്ധയില് ഒട്ടും നഷ്ടപ്പെടാതെ, അതിന്റെ ചൂട് നഷ്ടപ്പെടാതെ നിർത്തുന്നത്. അപ്പൊ തന്നെ സുനിലിന് മനസ്സിലാവില്ലോ ഇതിന്റെ ആൾക്കാരാണെന്ന് മനസ്സിലാവില്ലേ? അല്ല, ഇപ്പം വിജയ് ഇപ്പൊ കേവലം ഒരു നടനല്ല, അദ്ദേഹം തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി ഇത്തരം ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ ഒരുപാട് ആളുകളുടെ അഡ്വൈസ് കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ അദ്ദേഹം ആ അഡ്വൈസുകൾ പരിഗണിക്കാതെയോ പരിഗണിച്ചോ ആണ് അദ്ദേഹം ഇത് ചെയ്യുന്നത് എന്നതുകൊണ്ട് മനഃപൂർവ്വം എന്തോ ഉദ്ദേശത്തോടെ കരുതിക്കൂട്ടിയാണ് വിജയ് ഇത് ചെയ്തിരിക്കുന്നതെന്ന് വ്യക്തം അല്ലേ? വിശാല ദ്രവിഡിയൻ നാടിന്റെ മുന്നോടിയായിട്ട് തന്നെ നമുക്കിത് കണക്കാക്കാം. കാരണം സ്റ്റാലിൻ പറഞ്ഞിട്ടുണ്ടല്ലോ, തമിഴ്നാടിന്റെയും ശ്രീലങ്കയുടെയും കേരളത്തിന്റെയും ഏതാനും ഭാഗം ചേർത്ത്, തമിഴ്നാട് ഫുള്ളായിട്ടും പിന്നെ കേരളത്തിന്റെ ഭാഗവും ശ്രീലങ്കയുടെ നോർത്ത് ഈസ്റ്റ് ഭാഗവും ചേർത്ത് വിശാല ദ്രാവിഡ ലാൻഡ് രൂപീകരിക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് അയാൾ പറഞ്ഞിട്ടുണ്ട്, സ്റ്റാലിൻ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒരു മുന്നോടിയാവാം ഇത് വേണമെങ്കിൽ. അതെ, ഇതൊരു ഷോക്കിംഗ് ന്യൂസ് ആണ്. ഒരു മുഖ്യമന്ത്രി ഇങ്ങനെ പരസ്യമായി രാജ്യം നിരോധിച്ച സംഘടനയ്ക്ക് അനുകൂലമായ നിലപാടെടുക്കുന്നു എന്നുള്ളത് ഞെട്ടിക്കുന്ന കാര്യമാണ്. ഏതായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ ഇത്തരം വാർത്തകൾ നിങ്ങളിലേക്ക് നിരന്തരം എത്തിക്കാൻ ഇന്ത്യ ലൈവ് ചാനൽ സജീവമായിട്ടുണ്ടാവും. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ദയവായി അത് ചെയ്യണമെന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു.